കൂലങ്കഷമായി ചിന്തിക്കുമ്പോൾ ഇന്ന് നമുക്ക് ഈ റാഗിപ്പൊടി കൊണ്ട് അടിപൊളി ഇഡ്ഡലി ഉണ്ടാക്കിയാലോ. തലേ ദിവസം തന്നെ അരമണിക്കൂർ കുതിർത്തി വെച്ച ഉഴുന്നും റാഗിപ്പൊടിയും ചേർത്ത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ലോണം പൊന്തിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഇഡ്ഡലി തട്ടിലിട്ട് ആവി കയറ്റിച്ചു. 10 മിനിറ്റ് ആവി കയറ്റേണ്ടി വന്നുള്ളൂ. അപ്പം തന്നെ പൂ പോലത്തെ ഇഡ്ഡലി നമ്മുടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഡ്ഡലിക്ക് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ തേങ്ങാ ചമ്മന്തി തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ അതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര കുശാലായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് എനിക്ക് റാഗിപ്പൊടിയുടെ ഫ്ലേവർ ഒന്നും ഇഷ്ടപ്പെടൂലെന്നാണ്. പക്ഷേ എനിക്ക് തെറ്റി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എൻ്റെ ഫേസിൽ നിന്ന് തന്നെ എക്സ്പ്രഷൻ വായിച്ചെടുക്കാമല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഞാനാണെങ്കിൽ ഇരിപ്പിന് തന്നെ 2-3 എണ്ണം കഴിച്ചു ഇഡ്ഡലി. ടേസ്റ്റ് മാത്രമല്ലല്ലോ, നമുക്ക് ഹെൽത്തും പ്രധാനമായതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തിയർ ഓപ്ഷനാണ് കേട്ടോ. എല്ലാവരും തന്നെ ട്രൈ ചെയ്യണം ഈ റാഗി ഇഡ്ഡലി. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കണമെന്നിട്ട് ഓക്സിക്കുട്ടനും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇഡ്ഡലി ഇങ്ങനെ അവനും കൊടുത്തു. സോ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു.